ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പാടിയ പാട്ടില് ശത്രു എന്ത് ചെയ്യും? ശത്രു നമ്മളെ ഉയർത്തുകയില്ലെന്ന് വാദിക്കുമ്പോൾ, എന്ന് മാത്രമല്ല അടുത്ത് പറയുന്നത്, നമ്മളെ ഉയർത്തുകയില്ലെന്ന് മാത്രമല്ല നമ്മളെ തകർക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, ഭീതിയും അങ്ങനെ ഉയർത്തുമ്പോൾ, എന്നാൽ യേശു കർത്താവ് എന്ത് ചെയ്യും? യേശു കർത്താവ് കൃപ നൽകും, ജയഘോഷം നൽകും എന്നെല്ലാമാണ് നമ്മൾ പാടിയത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് താന് ആ നിലയില് ജയഘോഷം ആഘോഷിക്കുന്നതിനെ കുറിച്ച് നമ്മളൊരു വാക്യം നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തില് കാണാനായിട്ട് കഴിയും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. കഴിഞ്ഞ ദിവസവും ഈ വചനം ചിന്തിപ്പാനായിട്ട് ഇടയായി. 2:15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കണ്ടോ, കർത്താവ് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗങ്ങള് ഈസ്റ്ററായിട്ടൊക്കെ ആഘോഷിക്കുമ്പോൾ അവിടെ നടന്നത്? സത്യത്തിൽ എന്തായിരുന്നു നടന്നത്? കർത്താവ് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആ ഭാഗം പറയുമ്പോൾ നമ്മൾ അന്ന് യഹൂദന്മാരുടെ ഇടയിൽ നിലവിലിരുന്ന ഒരു രീതിയെക്കുറിച്ച് ഒരു സൂചനയുണ്ട് എന്നാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത്. അതായത്, നമ്മൾ എന്തെങ്കിലും അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് പണം കടം വാങ്ങിയാൽ അതിനൊരു കടച്ചീട്ട് ഉണ്ടാവും. എന്നാൽ ആ പണം കൃത്യമായിട്ട് മടക്കി അടച്ചു കഴിയുമ്പോൾ എന്തു പറ്റും? ആ കടച്ചീട്ട് റദ്ദാകും. കടച്ചീട്ട് റദ്ദായെന്നുള്ളതിൻ്റെ തെളിവായിട്ട് അവര് ഒരു പരസ്യമായിട്ട് ഒരു ക്രൂശില് ആ കടച്ചീട്ട് കൊണ്ടുവന്ന് അടിച്ചു വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ നമ്മൾ വായിച്ചപ്പോ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആ കടച്ചീട്ട ക്രൂശിൽ തറച്ചു കഴിയുമ്പോൾ അത് കാണിക്കുന്നത് എന്താ? ഇനി ആ കടത്തിന്റെ പേരിൽ ഈ ആളിനെ ഉപദ്രവിക്കാനായിട്ട് കഴിയയില്ല. പ്രിയപ്പെട്ടവരെ, മാനവരാശിയെ മുഴുവൻ ആ നിലയിൽ പാപത്തിന്റെ അധീനതയിലാക്കി ന്യായപ്രമാണത്തിന്റെ ആ പ്രമാണം വെച്ചിട്ട് അവരെ അങ്ങനെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കെ കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് ആ കടച്ചീട്ട് റദ്ദ് ചെയ്തു. നമ്മുടെ പേരിൽ ഉണ്ടായിരുന്ന ആ കടച്ചീട്ട് റദ്ദ് ചെയ്ത് അത് ക്രൂശിൽ തറച്ചു. കർത്താവ് തന്നെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ ആ കടച്ചീട്ട് ക്രൂശിൽ തറക്കുകയായിരുന്നു, അത് നടുവേ നിന്ന് നീക്കിക്കളഞ്ഞു. ഇവിടെ എന്നിട്ട് അതിന്റെ 15-ാം വാക്യം നമ്മൾ കാണുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രൂശ് എന്ന് പറയുന്നത് തോൽവിയുടെ ഒരു ചിഹ്നമല്ല, മറിച്ച് എന്താ? ജയത്തിന്റെ ഒരു ചിഹ്നമാണ്. ഈ ക്രൂശിൽ എന്താ ചെയ്തത്? ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും വീണുപോയ ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ, പൈശാചികമായ ആ നിലയിലുള്ള വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം കർത്താവ് എന്ത് ചെയ്തു? ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ അതാ നടന്നത്. എന്നാൽ അതെന്താ ഇവിടെ നമ്മൾ വായിച്ചത്? ആ ക്രൂശില് അത് തറച്ചപ്പോ അത് ജയോത്സവമായി, സന്തോഷമായി, ജയത്തിന്റെ ആഘോഷമായി. ജയത്തിന്റെ ആഘോഷം എപ്പോഴും എന്താ? നല്ലതല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും മാത്രമേ ഉള്ളൂ. നമുക്കൊരു അർഹതയും ഇല്ലാഞ്ഞിട്ടും നമ്മുടെ കടച്ചീട്ട് അവിടുന്ന് വാങ്ങിച്ച് അത് ക്രൂശിൽ തറച്ച് റദ്ദ് ചെയ്തു. നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. പാപത്തിന്റെ ആ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. അതാണ് ക്രൂശ് കാണിക്കുന്നത്. ക്രൂശ് അപ്പം ഒരു ജയത്തിന്റെ ചിഹ്നമാണ്, ജയോത്സവമാണ് അതിലെ കൊണ്ടാടുന്നത്.
നമ്മൾ എന്ത് വേണം? നമ്മൾ കാലാകാലങ്ങളില് ഈ ക്രൂശിലെ കർത്താവിന്റെ പ്രവൃത്തിയില് വിശ്വസിച്ച് നമ്മുടെ പാപത്തിന് ക്ഷമ പ്രാപിച്ച് കർത്താവിന്റെ മക്കളായി തീർന്നവർ, ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നവരെല്ലാം അങ്ങനെയുള്ളവരാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ അല്ലാത്ത ആരെങ്കിലും, ഇതേവരെ അങ്ങനെ വ്യക്തിപരമായി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്യത്തിൽ നിന്ന് ഒരു പ്രയോജനം എടുക്കണേ എന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. എന്താണത്? നമുക്ക് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതെ ഇരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് പിശാചിനെ കാൽവറി ക്രൂശിൽ തോൽപ്പിച്ച് അവന്റെ തലയെ തകർത്ത് ഒരു ജയോത്സവം കൊണ്ടാടി. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ കർത്താവ് ക്രൂശില് പ്രവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയില് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ്കൊണ്ട് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ അവനെ രക്ഷകനും നാഥനുമായിട്ട് എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കടച്ചീട്ട് റദ്ദായിപ്പോയി. നമ്മൾ എന്തായി തീർന്നു? നമ്മൾ പാപത്തിൽ നിന്ന് വിമോചിതരായി. നമ്മൾ എന്തായി തീർന്നു? നമ്മൾ ഇനി പിശാചിന്റെ കീഴിൽ ജീവിക്കുന്നവരല്ല, മറിച്ച് ദൈവമക്കളായി തീർന്നു. വീണ്ടും ജനനമെന്നോ രക്ഷിക്കപ്പെടുക എന്നോ ഒക്കെ പറയുന്ന ആ ഒരു കാര്യം ഇതേവരെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. പ്രിയപ്പെട്ടവരെ, കർത്താവുമായിട്ട് വിശ്വാസത്താൽ ആ നിലയിൽ ബന്ധപ്പെട്ട് കർത്താവിന്റെ മകനായി തീരുക, മകളായി തീരുക. ഇവിടെ വന്നിട്ടുള്ള ഭൂരിപക്ഷം പേരും വർഷങ്ങളായിട്ട് സഭയിൽ വരുന്നവരാണ് എന്നുള്ളത് കൊണ്ട് അവർക്കൊക്കെയും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ചെറുപ്പക്കാരുൾപ്പെടെ ആ ഒരു അനുഭവം കൈയാളിയവരാണ്, ആ ജയോത്സവത്തിൽ പങ്കുകാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ജയോത്സവം ഉണ്ടാകണം. എന്താ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചു, തോൽപ്പിച്ചു. ഇനി നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി, ജയോത്സവമായിട്ട് ജീവിച്ചാൽ മതി എന്നാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലരും ഇന്നും പിശാചിനെ പേടിച്ചും ഒക്കെ ജീവിക്കുന്ന പല ആളുകളുണ്ട്. എന്നാൽ നമ്മൾ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ കാണേണ്ടത് എന്താ? കർത്താവ് അതിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. നമ്മൾ കർത്താവിൻ്റെ മക്കളെന്നുള്ള നിലയിൽ കർത്താവ് നേടിയ ആ ജയത്തിന്റെ ഉത്സവത്തിൽ നമ്മളും എന്ത് വേണം? നമ്മളും അതിൻ്റെ ഭാഗഭാക്കുകാരായി ജീവിതത്തിലുടനീളം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നവരെ ആയിരിക്കണം എന്ന കാര്യമാണ് ഈ വാക്യം നമ്മളോട് സംസാരിക്കുന്നത്, അല്ലേ? നമ്മുടെ നായകൻ, നമ്മുടെ കർത്താവ്, നമ്മുടെ സ്വർഗീയ പിതാവ് അവിടുന്ന് പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ നമ്മളും എവിടെയാണ്? നമ്മൾ ജയിച്ച ഒരു പക്ഷത്താണ്. നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം കഴിയുമ്പോഴല്ല നമ്മൾ ജയിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നത്, മറിച്ച് എന്താ? നമ്മൾ ഓൾറെഡി ജയിച്ച പക്ഷത്താണ്. കർത്താവ് ജയോത്സവം കൊണ്ടാടി, നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ നായകൻ പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അങ്ങനെ ജയിച്ച ഒരു പക്ഷത്താണ്. ഇതിന്റെ റിസൾട്ട് പിന്നീടല്ല അറിയുന്നത്, റിസൾട്ട് നേരത്തെ അറിഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ജയിച്ചു. പക്ഷെ പലരുടെയും മുഖം കണ്ട അങ്ങനെ ജയിച്ച ആളുകളാണെന്നൊന്നും തോന്നുകയില്ല, ഏതാണ്ടെല്ലാമോ ഭാരപ്പെട്ടിരിക്കുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, ജയിച്ചവരാണ്, സന്തോഷമായിട്ടിരിക്കാം. കർത്താവ് ജയിച്ചു. കർത്താവിന്റെ ആ ജയോത്സവം നമുക്കും ബാധകമാണ്, നമ്മളും അങ്ങനെ ആയിരിക്കണം. എന്നാൽ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ പലരും പറയും, ബ്രദറിന് സ്റ്റേജിൽ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, പക്ഷേ ഞങ്ങളാണ് ഈ മീറ്റിംഗ് കഴിഞ്ഞ് രക്ഷിക്കപ്പെടാത്ത ജീവിത പങ്കാളിയുടെ അടുത്തേക്കും അല്ലെങ്കിൽ ഗുണമില്ലാത്ത അയൽക്കാരൻ്റെ അടുത്തേക്കും ഒക്കെ ഞങ്ങളാ പോകേണ്ടത്. അവിടെ ചെല്ലുമ്പം ഈ ജയോത്സവം ഒന്നും വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല എന്നാണ് നിങ്ങളിൽ പലരും വാക്കും ഭാഷണവും കൂടാതെ പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അകത്തൊരു വാസ്തവമുണ്ട്. കർത്താവ് നമ്മളെ രക്ഷിച്ചെങ്കിലും, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തെങ്കിലും, നമ്മളെ ജയോത്സവത്തിൽ പങ്കുകാരാക്കിയെങ്കിലും, ഇന്നും ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ട്? ഈ ലോകത്തില് പിശാച് അവൻ ഊടാടി സഞ്ചരിച്ച് എങ്ങനെയെങ്കിലും വിശ്വാസികളായ ആളുകളെയും അവരുടെ ജയോത്സവത്തിൽ നിന്ന് അവരെ മാറ്റി
അവരെ ദുഃഖിതരാക്കാനും വിഷമിക്കുന്നവരാക്കാനും അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിശാച് ആ നിലയിൽ ശ്രമിക്കുന്നു. അതുപോലെ ഈ ലോകം അതിൻ്റെതായ മായ കാഴ്ചകളൊക്കെ കാണിച്ച് ഏതെങ്കിലും പാപത്തിൽ നമ്മളെ വീഴിച്ച് അങ്ങനെ നമ്മുടെ സന്തോഷം കെടുത്തിക്കളയാനായിട്ട് ലോകവുമുണ്ട്. നമ്മുടെ ജഡം അതിനോട് താല്പര്യപ്പെട്ട ഒരു ജഡത്തിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പൊ നോക്കുക, കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് കാൽവറി ക്രൂശിൽ ആയുധവർഗം വയ്പ്പിച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധരാക്കി ജയോത്സവം കൊണ്ടാടി എന്നൊക്കെ പറയുമ്പോൾ അത് ആത്മീകമായിട്ട് അത് ശരിയായിരിക്കുമ്പോൾ തന്നെ എന്തുണ്ട്, നമ്മൾ പിന്നെയും ഈ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഒരു ദൈവദാസനി പ്രകാരം പറയുണ്ടായി, ദൈവം തന്നിൽ ചെയ്ത ഒരു പ്രവൃത്തി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തുനിന്ന് ദൈവം എന്നെ എടുത്ത് അവിടുത്തെ മകനാക്കി തീർത്ത് എന്നിട്ട് വീണ്ടും എന്നെ ഈ ലോകത്തിൽ തന്നെ ദൈവമകനായി ജീവിക്കാനായിട്ട് വെച്ചേച്ചാ കർത്താവ് പോയേക്കുന്നത്. മനസ്സിലായോ? ദൈവം നമ്മെ ഈ ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും വീണ്ടെടുത്തു. പക്ഷെ വീണ്ടെടുത്ത ഉടനെ നമ്മളെ എന്ത് ചെയ്തില്ല? ഈ ലോകത്തിൽ നിന്ന് അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോയില്ല. പിന്നെയും നമ്മൾ എവിടാ ജീവിക്കുന്നത്? ഈ ലോകത്തിൽ തന്നെ ജീവിക്കുന്നത്. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. പിശാച് നമ്മളെ പിന്നെയും തെറ്റിൽ വീഴിക്കാനായിട്ട് ഊടാടി സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ ജഡവും അതിനോട് താല്പര്യപ്പെട്ട് അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ വീഴാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ജയോത്സവം കർത്താവ് കൊണ്ടാടിയെങ്കിലും ഇന്നും നമ്മളെ എവിടെയാ വെച്ചേക്കുന്നത്? ഈ ലോകത്തിൽ തന്നെയാ വെച്ചേക്കുന്നത്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ആ നിലയിലുള്ള ഒരു വിമോചനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നോക്കുക, ഈ ജയോത്സവം കൊണ്ടാടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ജയം, സന്തോഷം നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചില നിലപാടുകൾ ഉണ്ടാവണം. അല്ലാതെ കർത്താവ് ജയം തന്നു, ഇനി ഒന്നും സാരമില്ല എന്ന് പറഞ്ഞ് യാതൊരു ചിന്തയും ഇല്ലാതെ തോന്നിയപടി ജീവിച്ചാൽ എന്തു പറ്റിപ്പോകും? നമ്മൾ ദുഃഖിതരായി പോകും, വിഷണ്ണരായി പോകും. ഈ ജയം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുകയില്ല. അതുകൊണ്ട് പൗലോസ് ഈ കാര്യം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് നമ്മളോടൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഒരു കൊച്ചുവാക്യമാണ്. ആ കൊച്ചുവാക്യത്തിൽ യാഥാർത്ഥ്യബോധത്തോടെ പൗലോസ് ഇതാ നമുക്ക് വിശ്വാസികൾക്ക് ഒരു മുന്നറിയിപ്പ് തരുന്നു. എന്താ മുന്നറിയിപ്പ്? പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മള് ജയോത്സവം കൊണ്ടാടുന്നവരാണല്ലോ, പിന്നെന്താ ഈ പിശാചിന് ഇടം കൊടുക്കരുതെന്ന് മുന്നറിയിപ്പ് തന്നേക്കുന്നത്? നമ്മൾ ജയിച്ച പക്ഷത്താണ്, കർത്താവിനോടൊപ്പമാണ്, കാൽവറി ക്രൂശിൽ പിശാചിനെ തോൽപ്പിച്ചു. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും പിശാച് പിന്നെയും നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടം തേടി അവൻ ഇങ്ങനെ നടക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾ ഈ പിശാചിന് ഇടം കൊടുക്കാതെ ഇരിക്കണം. എന്തിനു വേണ്ടി? ഈ ജയം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി നമ്മൾ പിശാചിന് ഇടം കൊടുക്കാതിരിക്കണം. പിശാചിന് ഇടം കൊടുത്താൽ എന്ത് പറ്റും? പിശാചിന് ഇടം കൊടുത്താൽ അവൻ പിശാചിനെ കുറിച്ച് ചില ആളുകളെ കുറിച്ച് പറയാറില്ലേ, ഒരു ചെറിയൊരു ഇട കൊടുത്താൽ പിന്നെ നൂല് കടത്താവുന്നിടത്ത് വലിയ വടം കടത്തുക എന്ന് കേട്ടിട്ടുണ്ടോ? നൂല് കടത്താനുള്ള ഇടയേ ഉള്ളൂ. ഒരു നൂല് കടത്താനുള്ള സൂചിക്കുഴയില് നൂല് കോർക്കുന്ന ഒരു കുഞ്ഞിനെ ഓർക്കുക. കഷ്ടിച്ചൊരു നൂല് കടത്താനുള്ള ഇടയേ ഉള്ളൂ. പക്ഷെ അത്രയും ഇട നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് കൊടുത്താൽ അവൻ ആരാണ്? അവൻ എന്തോ ചെയ്യും? നൂല് കടത്താവുന്നിടത്ത് വലിയ വടം കടത്തുന്നവനാണവൻ. നേരത്തെ തുടക്കത്തില് ബ്രദർ പറഞ്ഞു, അവൻ എന്ത് ചെയ്യും? അവന് അറുക്കുകയും മുടിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ്. മോഷ്ടിപ്പാനും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണത്. എന്താ അതിവിടെ പറയുന്നത്? അവൻ എന്ത് ചെയ്യും? മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ. കണ്ടോ, ഇതിങ്ങനെ ആ നശീകരണ രീതി ഇങ്ങനെ വർദ്ധിച്ചു വരിക. ആദ്യം വന്ന് മോഷ്ടിക്കാനാ വരുന്നത്. പക്ഷേ അവിടെ വെച്ച് തന്നെ അവനെ കണ്ടുപിടിച്ച് അവനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ
അവന് ഇടം കൊടുത്താൽ അവൻ എന്തോ ചെയ്യും? അവൻ ആദ്യം മോഷ്ടിക്കും. നിങ്ങളെ ചില കള്ളന്മാരെ വീട്ടില് അങ്ങനെ എന്റർടൈൻ ചെയ്താൽ അവൻ ആദ്യം വന്നിട്ട് ഒരു ഭംഗിയായ ചിരിയൊക്കെ ചിരിച്ച് പതുക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണോ നിങ്ങളുടെ പേഴ്സോ വിലയുള്ള എന്തെങ്കിലും അവൻ മോഷ്ടിക്കും. പക്ഷേ ഇവനെക്കുറിച്ച് യോഹന്നാൻ 10:10 എന്താ പറയുന്നത്? കേവലം മോഷണത്തിൽ അവൻ നിൽക്കുകയില്ല. രണ്ടാമത് എന്തോ ചെയ്യും? മോഷ്ടിക്കാനും, അറുക്കുക, കൊല്ലുക, കിൽ, നമ്മളെ നശിപ്പിക്കുക. അതിനുശേഷം മൂന്നാമത് എന്തോ ചെയ്യും? മൂന്നാമത് ഒരു ടോട്ടൽ ഡിസ്ട്രക്ഷൻ ആണ്. മുടിക്കുക. കണ്ടോ? മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക. അതിന്റെ ഗ്രാവിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരിക. മോഷ്ടിച്ചു, അത് കഴിഞ്ഞ് കൊന്നു, അത് കഴിഞ്ഞ് അവിടുന്ന് എടുക്കാവുന്നതെല്ലാം എടുത്ത് അവിടെ ഉള്ള ആളുകളെയും കൊന്നതിന് ശേഷം ആ വീടിന് തീയും ഇട്ട് വലിയൊരു സ്ഫോടനവും നടത്തി പോകുന്ന ഒരു ഭീകരനെ സങ്കല്പിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുത്താൽ അത് കേവലം ഒരു മോഷണം കൊണ്ട് നിൽക്കുകയില്ല. ഒന്നിനു ശേഷം മറ്റൊന്ന് എന്നുള്ള നിലയിൽ അറുപ്പാനും മുടിപ്പാനും വന്നവൻ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വന്നവൻ. അങ്ങനെയാണ് പിശാചിന്റെ രീതി. അതുകൊണ്ട് പിശാചിന് നമ്മൾ എന്ത് ചെയ്യരുത്? പിശാചിന് നമ്മൾ ഇടം കൊടുക്കരുത്. ഇടം കൊടുക്കാതെ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിന്നാലേ ഈ ജയം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് നിലനിൽക്കുകയില്ല. ഈ ഒരു ആരോഗ്യകരമായ മുന്നറിയിപ്പാണ് നമ്മൾ ഇന്ന് എടുക്കേണ്ടത്. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഈ കാര്യത്തെ ഗൗരവമായിട്ട് എടുക്കാം. പിശാചിന് ഇടം കൊടുക്കരുത്. ഈ വാക്യം രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന, പ്രതീക്ഷ തരുന്ന ഒരു കാര്യം എന്താ? ഇടം കൊടുത്താലേ പിശാചിന് എന്തോ പറ്റുള്ളൂ? പിശാചിന് മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും പറ്റുകയുള്ളൂ. ഇടം കൊടുക്കണോ വേണ്ടായോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? നമ്മളാ തീരുമാനിക്കുന്നത്. നമ്മൾ ഇടം കൊടുക്കാതിരുന്നാൽ അവൻ എന്ത് ചെയ്യാൻ ഒക്കുകയില്ല? അവന് നശിപ്പിക്കാൻ ഒക്കുകയില്ല. അതൊരു വലിയൊരു പ്രത്യാശ നൽകുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? നോക്കുക, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ അവിടെ പിശാച് ആദ്യം ഏദൻ തോട്ടത്തിൽ വന്ന് ആ രംഗം ഓർക്കുക. അവൻ അവിടെ വന്ന് വളരെ വളരെ പുഞ്ചിരിയോടെ സമർത്ഥമായിട്ട് ആദത്തിന്റെ ഹവ്വയുടെ അടുത്ത് വന്ന് ഹവ്വയോട് സംസാരിക്കുന്ന ആ രംഗം ഓർക്കുക. അവൻ അവിടെ വന്നപ്പോ ഈ ഹവ്വ പിശാചിന് ഇടം കൊടുക്കരുത് എന്ന കാര്യം ഉള്ളിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ, അവൻ വന്ന് ഈ പഴം കാണിച്ച ഇതൊന്ന് തിന്നു നോക്കുന്നോ, നല്ലതാണ്, രുചിയുണ്ട്, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചപ്പോ അവൾ എന്ത് ചെയ്തേനെ? ഇല്ല, നീയുമായിട്ട് ഒരു ഇടപാടുമില്ല. നീ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനോ അതിനെക്കുറിച്ച് തർക്കിക്കാനോ വാദിക്കാനോ ഒന്നുമില്ല. നിനക്ക് ഇവിടെ യാതൊരു കാര്യവുമില്ല, നീ നിന്റെ വഴിക്ക് പൊക്കോളുക എന്ന് പറഞ്ഞൊരു ബിഗ് നോ പറഞ്ഞിരുന്നെങ്കിൽ, പിശാചിന് ഇടം കൊടുക്കാതെ ഇരുന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുകയില്ലായിരുന്നു? ഈ മാനവരാശി മുഴുവൻ പാപത്തിൽ വീണ് ഈ ലോകം മുഴുവൻ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും ഈ നിലയിലുള്ള വിഷമത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുമായിരുന്നില്ല. അല്ലെങ്കിൽ ദൈവപുത്രനായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ വന്ന് ഈ ക്ലേശങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുമായിരുന്നില്ല. എന്തുണ്ടായിരുന്നെങ്കിൽ ഹവ്വ അന്ന് പിശാചിന് ഇടം കൊടുക്കാതിരുന്നിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോ നമ്മളും ഈ കാര്യം ഓർക്കണം. നമ്മളെ ദൈവം വീണ്ടെടുത്ത് ഈ ജയോത്സവത്തിലാക്കി വെച്ചിരിക്കുമ്പോ പിശാച് പിന്നെയും അവൻ എന്ത് ചെയ്യും? നാണമില്ലാതെ വന്ന് നമ്മളെ പിന്നെയും ഏതിലെങ്കിലും ഒക്കെ കെണിയിൽ പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് എന്താ? പിശാചിന് ഞാൻ ഇടം കൊടുക്കുകയില്ല. നമ്മൾ ഇടം കൊടുത്താലേ അവൻ കയറി മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ള ബോധ്യത്തോടെ തുടക്കത്തിൽ തന്നെ അവനോടൊരു ബിഗ് നോ അങ്ങ് പറഞ്ഞേക്കണം. കുഞ്ഞുങ്ങളൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോ കൂട്ടുകാർ വന്നിട്ട്
എടാ ഈ മുട്ടായി കൊള്ളാം, ഞങ്ങള് ഈയിടെ കഴിച്ചു നോക്കി, നല്ല രസമാണ് അത് കഴിച്ചാ എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തേതായ തെറ്റായ ആ നിലയിലുള്ള ചില മയക്കുമരുന്നുകളോ ഒക്കെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളുടെയൊക്കെ അടുത്ത പ്രലോഭനവുമായിട്ട് വരുന്നു. നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ എന്തോ വേണം? കൊള്ളാമോ, ഇച്ചിരി എന്നാ ഒന്ന് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ അതിന് വഴിപ്പെടരുത്. തുടക്കത്തിൽ തന്നെ എന്തോ പറഞ്ഞേക്കണം, ഇതുമായിട്ട് എനിക്ക് ഏർപ്പാടൊന്നുമില്ല, നോ, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞാൽ, തുടക്കത്തിൽ തന്നെ ഇടം കൊടുക്കാതിരുന്നാൽ പിന്നെന്ത് ചെയ്യാൻ പറ്റുകയില്ല. ഈ കാര്യത്തിന്, ഈ തെറ്റിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പം ഉണ്ടാക്കാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, പ്രായമായവരും നമ്മളുമെല്ലാം കൈക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. കർത്താവ് നമുക്ക് തന്ന ഈ ജയോത്സവത്തിൽ നിൽക്കണമെങ്കിൽ പിശാചിന് ഇടം കൊടുക്കരുത്. ഇടം കൊടുത്താലേ അവൻ വന്ന് നശിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിശാചിന് ഇടം കൊടുക്കരുത് എന്നുള്ളതിൽ നിന്ന് ഒന്നാമത് നമുക്കെടുക്കാവുന്ന കാര്യം. രണ്ടാമത്, നമ്മൾ ദൈവവചനം ചിന്തിക്കുമ്പോൾ പിശാചിന് ഇടം കൊടുത്തില്ലെങ്കിലും അവൻ പിന്നെയും വന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരം നിങ്ങളുടെ അടുത്ത് വന്ന് ഈ നിലയിലുള്ള പ്രലോഭനവുമായിട്ട് വരുമ്പം ഇതാ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്കെല്ലാം പരിചിതമായ വാക്യമാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം എന്താ? അത് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ഒന്ന്, അവൻ ഇടം കൊടുക്കരുത്. 2, അവന് പിന്നെയും ശല്യപ്പെടുത്തി വന്നാൽ അവനോട് എതിർത്ത് നിൽക്കുക. എതിർത്ത് നിന്നാൽ അവൻ എന്തോ ചെയ്യും? അവൻ ഓടിപ്പോകും. ഇതേ കാര്യം തന്നെ 1 പത്രോസ് 5:9 പറയുന്നുണ്ട്, പിശാചിനോട് എതിർത്ത് നിൽപ്പി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത്, കർത്താവ് കാൽവറി ക്രൂശിൽ നേടിയ ആ ജയം, ആ ജയോത്സവം, അത് അല്ലെങ്കിൽ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവന്ന് നമുക്ക് തന്ന ഈ സന്തോഷം, ഈ ക്രിസ്തീയതയുടെ ആനന്ദം, അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പിശാചിനോടുള്ള ബന്ധത്തിൽ 2-3 നിലപാടുകൾ നമുക്കുണ്ടാവണം എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞത് എന്താ? ഒന്നെന്ന് പറഞ്ഞത് അവന് ഇടം കൊടുക്കരുത്. ഇടം കൊടുത്താലേ അവൻ കയറി ശല്യം ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നോ പറഞ്ഞേക്കണം. 2, എന്നിട്ടും അവൻ പിന്നെയും ശല്യപ്പെടുത്തി കൊണ്ടുവന്നാൽ അവനോട് എതിർത്ത് നിൽക്കുക. യേശുവിന്റെ രക്തത്താൽ ഞാൻ നിന്നെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് അവനോട് എതിർത്ത് നിന്നാൽ അവൻ എന്ത് ചെയ്യും? ഓടിപ്പോകും. പിന്നെ മറ്റൊരു കാര്യം, ഇവനെ പേടിക്കേണ്ട കാര്യമില്ല. ചിലര്, വിശ്വാസികളായ ചിലരോടൊക്കെ സംസാരിക്കുമ്പം അവർക്ക് വലിയ പേടിയാ. ബ്രദറെ, പിശാച് ഞങ്ങളുടെ അയൽക്കാരൻ ഏതാണ്ട് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്, അയാൾ കുഴി എടുക്കുന്ന കണ്ടു. പാവം, അവിടെ കണ്ട് ചേനയ്ക്ക് എടുക്കാൻ വേണ്ടി ഏതാണ്ട് കുഴി കുത്തിയതാ. പക്ഷെ ഇപ്പുറത്ത് നിന്ന് വീട്ടമ്മ നോക്കിയപ്പോ എന്തോ അയാൾ അവിടെ ഏതാണ്ട് കുഴിച്ചു വെക്കുന്നു നമുക്കിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ പിശാചിന്റെ എന്തെങ്കിലും കാര്യം അവൻ ചെയ്താൽ നമുക്ക് അത് ഫലിക്കുമെന്നോ നമ്മളെ അത് ഉപദ്രവിക്കുമെന്നോ അങ്ങനെയൊക്കെയുള്ള പേടിയിൽ കഴിയുന്ന പല വിശ്വാസികളുണ്ട്. എന്നാൽ പിശാചിനെ കുറിച്ച് നമ്മൾ കാണുന്ന കാര്യം എന്താ? അവന്, നമ്മൾ ഇപ്പോ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം തന്നെ നമ്മളോട് പറഞ്ഞതെന്താ? അവനെ തോൽപ്പിച്ച് ജയോത്സവം കൊണ്ടാടിയെന്ന. അപ്പൊ അവൻ നമ്മുടെ ശത്രുവാണെങ്കിലും അവൻ എന്തോ ശത്രുവാ? തോറ്റ ശത്രുവാ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ബാറ്റിലിന്റെ, ഈ യുദ്ധത്തിന്റെ റിസൾട്ട് നമുക്ക് നേരത്തെ അറിയാം. എന്താ? അവൻ തോറ്റവനാ, നമ്മളായി ജയിച്ചത്. നമ്മുടെ ക്യാപ്റ്റനാണ്, നമ്മുടെ നേതാവാണ് അവനെ തോൽപ്പിച്ച് ജയോത്സവം കൊണ്ടാടിയത്. അതുകൊണ്ട് അവനൊരു തോറ്റയാളാണ്, പരാജിതനായ ശത്രുവാണ് എന്ന കാര്യവും നമ്മൾ ഓർക്കുമ്പം അവനെക്കുറിച്ചുള്ള അനാവശ്യമായ പേടി മാറ്റിവെക്കാം. പ്രിയ സഹോദര സഹോദരി, അങ്ങനെ പൈശാചികമായ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പേടിയുണ്ടെങ്കിൽ അത് വേണ്ട. കാരണം നീയും ഞാനും എവിടാ നിൽക്കുന്നത്? ജയത്തിന്റെ ഭാഗത്താ നിൽക്കുന്നത്. നമ്മൾ ജയം നേടിക്കഴിഞ്ഞു. നമ്മുടെ കർത്താവ് കാൽവറി ക്രൂശിൽ അത് നേടിക്കഴിഞ്ഞു.
എന്ന് മാത്രമല്ല 3-ാം നാളിൽ ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അവിടുന്ന് എന്ത് ചെയ്തു? മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. എന്നേക്കും അവനെ തകർത്ത് കളഞ്ഞു. തല തകർക്കപ്പെട്ട ഒരു സർപ്പമാണവൻ. അവന്റെ തലയെ തകർത്ത് കളഞ്ഞു. തല തകർത്തിട്ടും പിന്നെന്താ അവന്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോ ഒരു പാമ്പ് വല്ലതും കയറി വന്നാല് നമ്മൾ ആരെങ്കിലും ഒരു വടിയെടുത്ത് അതിന്റെ തലയ്ക്ക് അടിച്ചു, തല തകർന്നു. തല തകർന്നാലും എന്തോ ചെയ്യും? അത് വാലിട്ട് അനക്കിക്കൊണ്ടിരിക്കും, ഇല്ലേ? പ്രിയപ്പെട്ടവരെ, ഇപ്പം വെറുതെ അവൻ വാലിട്ട് അനക്കുന്നതേ ഉള്ളൂ. അവന് തല ഉപയോഗിക്കാൻ ഒക്കുകയല്ല. തല തകർക്കപ്പെട്ടു, കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടു. അവൻ പരാജിതനായ ശത്രുവാണ്. ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ സഹോദരി സഹോദരന്മാർക്കെല്ലാം നല്ല ബോധ്യമുണ്ടാകണം എന്നാണ് ഞാൻ തുടക്കത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ വളരെ വേഗത്തിൽ നമ്മൾ വായിച്ച പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് നിന്ന് ഏതൊക്കെ നിലയിലാണ് വിശ്വാസികളായ ആളുകള് പിശാചിന് ഇടം കൊടുക്കാൻ സാധ്യതയുള്ളത് എന്ന് കഴിഞ്ഞൊരു ദിവസം ചിന്തിപ്പാനായിട്ടിടയായി. ആ ഭാഗം തന്നെ ഞാൻ ഒന്നുകൂടെ നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 27-ാമത്തെ വാക്യം, എഫേസ്യർ 4:27 പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞേക്കുന്നത്. 4:26 4:26 പിശാചിന് ഇടം കൊടുക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ശ്രദ്ധിക്കണേ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പം കോപിക്കുന്നതല്ല പ്രശ്നം. നമ്മള് ഇംഗ്ലീഷില് ആ വാക്യം ചിലപ്പോ നമ്മള് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കോപിക്കുക, പക്ഷെ പാപം ചെയ്യരുത്. അപ്പൊ നല്ല രീതിയിലുള്ള ചില കോപങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോ അവിടുന്ന് തന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കിയ ആളുകൾക്കെതിരെ താന് ചമ്മട്ടിയെടുത്ത ആ രംഗം ഓർക്കുക. അത് നല്ലൊരു കോപമാണ്. നമ്മുടെ ജീവിതത്തിലും കോപിക്കരുത് എന്നല്ല, ചില പൈശാചികമായ ചില കാര്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒത്തുതീർപ്പിനെതിരെ നമ്മളും കർത്താവിനെ പോലെ ചില രംഗങ്ങളിൽ ചമ്മട്ടി എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇവിടെ പറയുന്ന കോപം എന്താ? അങ്ങനെ ഒരു നല്ല കോപത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താ? പാപം ചെയ്യാൻ ഇടയാകുന്ന ഒരു കോപത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തിപരമായി ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ നമ്മളോക്ക് ദേഷ്യമുണ്ടാകുന്ന ചില കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്തു, അയൽക്കാരൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി തന്നെ ഒരു വാക്ക് നമ്മളെ കോപിപ്പിക്കുന്നത് പറഞ്ഞു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ നിന്ന് അങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അങ്ങനെ ഉണ്ടായി. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യരുത്? സൂര്യൻ അസ്തമിക്കുവോളം ആ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മുടെ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിച്ചാൽ അതെന്തായി തീരും? ആ കോപം പകയായി തീരും, കയ്പായി തീരും. അത് ആ നിലയില് പിന്നെയും പിന്നെയും അതിനെക്കുറിച്ച് ഓർത്തോർത്ത് മനസ്സിൽ വിഷമവും വൈരാഗ്യവും വരും. വിഷമവും വൈരാഗ്യവും വരുമ്പോൾ ആ വൈരാഗ്യം നമ്മൾ താലോലിച്ചുകൊണ്ടിരുന്നാൽ എന്തു പറ്റും? പിശാചിന് ഇടം കിട്ടും. പിശാച് വന്നിട്ട് പറയും, നിന്റെ ജീവിതത്തിലോട്ട് വരിക. അപ്പൊ പിശാചിനോട് നമ്മൾ പറയാം, പിശാചെ നിനക്ക് ഞാൻ ഇടം കൊടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൻ പറയും, അല്ലല്ല, എനിക്ക് ഇടം തന്നാലേ പറ്റുള്ളൂ. കാര്യം എൻ്റെ ഒരു സാധനം നിന്റെ കയ്യിലുണ്ട്. എന്താ? കയ്പ്, പക, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു പിശാചിന്റെ ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തോ വേണം? നമുക്കൊരു കോപം വന്നെന്ന് വരാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിഷമം വന്നെന്ന് വരാം. പക്ഷെ അതിനെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും വെച്ചുകൊണ്ടിരുന്ന് ആ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിച്ച് അതൊരു പകയായി തീരാതിരിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്നത്. സൂര്യൻ അസ്തമിക്കുക എന്നുള്ള പ്രയോഗം നമ്മൾ വേറെ കാണുന്ന ഒരു ഭാഗം നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം 24-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ
അതിൻ്റെ മേൽ സൂര്യൻ അസ്തമിക്കരുത് എന്നൊരു പ്രയോഗം ഇവിടെ കണ്ട എഫേസ്യ ലേഖനം 4:26 കണ്ട അതേ പ്രയോഗം നമ്മളിതാ ആവർത്തന പുസ്തകം 24:15 നമ്മൾ കാണുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ചാല് എന്താ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിച്ചാൽ എന്താ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ബോധ്യം കിട്ടും. നമ്മൾ ആ 15-ാം വാക്യം നോക്കുക. ആവർത്തനം 24:15. അവന്റെ കൂലി അന്നേക്കന്ന് കൊടുക്കണം, സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. അവൻ ദരിദ്രനും അതിനായി ആശിച്ചുകൊണ്ടിരിക്കുന്നവനുമല്ലോ. അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരുത്തരുത് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? എന്തിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ? ഇസ്രായേൽ മക്കളുടെ ഇടയില് ആ കാലഘട്ടത്തില് ഉള്ള യജമാനന്മാർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിലെ പണമുള്ള ആളുകള് ഇസ്രായേൽ മക്കളുടെ പാവപ്പെട്ട ചിലരെ വിളിച്ച് അവരുടെ തോട്ടത്തിൽ പണിയെടുപ്പിക്കുമായിരുന്നു. പണിയെടുപ്പിച്ച് അങ്ങനെയുള്ളവർ പണിയെടുത്ത് അന്ന് ഒരു 5 മണിയാകുമ്പം പണിയെല്ലാം നിർത്തി പോകുമ്പം ഈ ചില യജമാനന്മാര് പറയും, ഞാൻ ഇന്ന് കൂലി തരുന്നില്ല, ഇപ്പൊ എൻ്റെ ഈ തരാൻ ഇന്ന് കൂലിയില്ല എന്ന് പറഞ്ഞ് ആ കൂലി പിടിച്ചു വെക്കും. ആ കൂലി പിടിച്ചു വെച്ചാൽ അതിന്മേൽ സൂര്യൻ അസ്തമിക്കും. സൂര്യൻ അസ്തമിച്ചാൽ അത് പാപമായി തീരാൻ ഇടവരും എന്നാണ് അവിടെ പറഞ്ഞത്. എന്താ ഇതിന്റെ അർത്ഥം? പ്രിയമുള്ളവരെ, യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. നിങ്ങളുടെ ഇടയിൽ യജമാനന്മാരെ ദാസന്മാരെ വിളിച്ച് തോട്ടത്തിൽ പണിയെടുപ്പിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പണിയെടുപ്പിക്കുന്നു. പണിയെല്ലാം കഴിഞ്ഞ് അവൻ പോകാൻ നേരത്ത് അവന്റെ കൂലി പിടിച്ചു വെക്കരുത്. അവന്റെ കൂലി എന്തോ ചെയ്തേക്കണം, അവന് കൊടുത്തു വിട്ടേക്കണം. അവന്റെ കൂലി നീ പിടിച്ചു വെച്ച് ആ കൂലിയുടെ മേൽ സൂര്യൻ അസ്തമിച്ചാൽ അത് നിനക്ക് പാപമായി തീരും. ഈ കൂലി എന്താ? കൂലി എന്ന് പറയുന്നത് അവന്റെ അർഹതപ്പെട്ട കാര്യമാണ്. അവൻ രാവിലെ 7:30-8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ വെയിലത്ത് ഈ ചൂടുമെല്ലാം സഹിച്ച് നിന്ന് ജോലി ചെയ്തതാ. ആ ജോലി ചെയ്ത് അവൻ വൈകുന്നേരം പണി നിർത്തി കയ്യും കഴുകി പോകുമ്പം അവൻ എന്തിന് യോഗ്യനാ? കൂലി കിട്ടാൻ യോഗ്യനാ. അവൻ അർഹതപ്പെട്ടതാണ് കൂലി. ആ അർഹതപ്പെട്ടത് അവന് കൊടുക്കാതെ ഈ യജമാനൻ പിടിച്ചു വെച്ചാൽ അതെന്തായി തീർന്നു? ആ കൂലിയുടെ മേൽ, പിടിച്ചു വെച്ച കൂലിയുടെ മേൽ സൂര്യൻ അസ്തമിച്ചു, അത് ആ യജമാനന് പാപമായി തീരും. ആട്ടെ, ഈ ഭാഗം എങ്ങനെയാ നമ്മൾ വായിച്ച എഫേസ്യർ 4:26 എങ്ങനെയാണ് ഇതിന് ബന്ധം? പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടോ ഇവിടെ പറയുന്നത്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മള് ഇന്ന് ജീവിക്കുമ്പോ, വിശ്വാസികളായ നമ്മൾ ജീവിക്കുമ്പോ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്ക് കോപിക്കേണ്ടതായ നിലയിൽ ഒരാൾ പെരുമാറിയെന്നിരിക്കട്ടെ. നമുക്കൊരു വിഷമം തോന്നുന്ന നിലയിൽ ഒരാൾ പെരുമാറി. അത് ചിലപ്പോൾ നമ്മുടെ അയൽക്കാരനാകാം, നമ്മുടെ ജീവിത പങ്കാളിയാകാം, നമ്മുടെ ഓഫീസിലുള്ള ആളാകാം, സമൂഹത്തിൽ നമ്മൾ പരിചയപ്പെട്ട ഒരാളാകാം, ആരെങ്കിലും ആകട്ടെ, നമുക്കെതിരെ മോശമായിട്ട് പെരുമാറി. പക്ഷെ എന്ത് ചെയ്തോണം? നിനക്ക് അവനോട് വിഷമം തോന്നിയെങ്കിലും ആ വിഷമം വെച്ചുകൊണ്ടിരുന്ന് അതിൻ്റെ മേൽ സൂര്യൻ അസ്തമിക്കരുത്. സൂര്യൻ അസ്തമിച്ചാൽ നിനക്കത് പാപമായി തീരും. പാപമായി തീർന്നാൽ പിശാചിന് അവിടെ ഇടം കിട്ടുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. എന്താ പ്രിയപ്പെട്ടവരെ ഇതിന്റെ അർത്ഥം? കർത്തൃ പ്രാർത്ഥന നമ്മൾ പലപ്പോഴും സന്ധ്യയ്ക്ക് വായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ അത് കർത്താവ് പറയുന്നുണ്ട്. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? കർത്തൃ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ എൻ്റെ കടങ്ങളെ നീയും എന്നോട് ക്ഷമിക്കണേ എന്നാ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കടക്കാരാരാ? നമ്മുടെ കടക്കാരാരാണ്? നമ്മളോട് കടം ചെയ്ത ഒരാളാണ്. എന്ന് വെച്ചാൽ നമ്മളോട് തെറ്റായ ഒരു വാക്ക് പറഞ്ഞ ആളാണ്, നമ്മളോട് മോശമായി പെരുമാറിയ ആളാണ്, നമുക്ക് കോപം ഉണ്ടാകത്തക്കവണ്ണം നമ്മളോട് ഇടപെട്ട ആളാണ്. പക്ഷെ ആ ആളിനോട് എന്ത് ചെയ്യണം?
ആ ആളിന് ആ ആളിന്റെ കൂലി അന്നേരം തന്നെ കൊടുത്തങ്ങ് വിടണം. എന്ന് വെച്ചാൽ അവൻ അർഹതപ്പെട്ടതാണ് ക്ഷമ. ഞാനും നീയും വിശ്വാസിയാണെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. അപ്പൊ നമ്മൾ വാക്കും ഭാഷണവും കൂടാതെ നമ്മൾ പറയുന്നത് എന്താ? എന്നോട് തെറ്റ് ചെയ്തവരോടെല്ലാം ഞാൻ സന്ധ്യയാകുമ്പോൾ ക്ഷമിക്കും. കർത്താവ് എന്നെ എങ്ങനെ കർത്തൃപ്രാർത്ഥനയെ പഠിപ്പിച്ചത്? എന്നോട് തെറ്റ് ചെയ്തവരോടെല്ലാം ഞാൻ ക്ഷമിച്ചാലേ കർത്താവും എന്നോട് ക്ഷമിക്കുകയുള്ളൂ. അപ്പോ വൈകുന്നേരം ഒരു കൂലി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. ആർക്കാ കൂലി കൊടുക്കുന്നത്? കടപ്പെട്ടവരോടാ, നമ്മളോട് തെറ്റ് ചെയ്തവരോടാ, നമ്മളോട് മോശമായി പെരുമാറിയവരോടാ. അവർക്ക് കൊടുക്കേണ്ട കൂലി എന്താ? ക്ഷമ എന്ന കൂലിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് അത് വെച്ച് ഹൃദയത്തിൽ വെച്ച് രാത്രിയിൽ ആ ക്ഷമിക്കാത്ത ആ മനോഭാവത്തിന്റെ മേൽ കിടന്നുറങ്ങിയാൽ എന്തു പറ്റും? അത് ക്രമേണ വൈരാഗ്യമായും കയ്പായും മാറും. കയ്പായി മാറിയാൽ ഒരാള് അവിടെ ഒരു സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞു വരും. ആരാ? പിശാച്. പിശാചിനെ പ്രത്യേകം നമ്മൾ അന്നേരം കുറിയൊക്കെ കൊടുത്ത് വിളിക്കണ്ട. പിശാചെ, ഇവിടെ ഒരു ചെറിയ പാപമുണ്ട്, നീ വന്നു, നിനക്കൊരു സാധ്യതയുണ്ടെന്നൊന്നും വിളിക്കണ്ട. ഒരു സഹോദരൻ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മീൻ ഉള്ളിടത്ത് എന്തോ വരും? പൂച്ച വരും. സഹോദരിമാരാരേലും മീൻ വാങ്ങിച്ചു വെച്ചിട്ട് പൂച്ചയെ പ്രത്യേകം ക്ഷണിക്കുമോ? പൂച്ച, ഇവിടെ ഞാൻ മീൻ വാങ്ങിച്ചു വെച്ചേക്കുന്നു, നീ വാ വാ എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. മീൻ എവിടെ ഉണ്ടെങ്കിലും പൂച്ചയ്ക്ക് എന്തോ കിട്ടും? മണം കിട്ടും. പൂച്ച അവിടെ വരും. എന്ന് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാത്ത ഒരു മനോഭാവം ഉണ്ടെങ്കിൽ, ഒരു പാപത്തിന്റെ സാധ്യത ഉണ്ടെങ്കിൽ പിശാചിന് എന്ത് കിട്ടും? പിശാചിന് അതിന്റെ മണം കിട്ടും. അവനെ പ്രത്യേകം കുറിയടിച്ച് വിളിക്കണ്ട, അവൻ നേരെ വന്നോളും. അവൻ പറയും, എൻ്റെ ഒരു സാധനം ഇവിടെ ഉണ്ട്, മീൻ ഇവിടെ ഉണ്ട്, എൻ്റേതാത് എന്ന് പറഞ്ഞ് അവൻ വരും. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്തോ വേണം? നമ്മുടെ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിക്കരുത്. നമ്മളോട് തെറ്റ് ചെയ്ത ആളുകളാണ് നമ്മുടെ കടക്കാര്. ആ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, പ്രിയമുള്ളവരെ, അല്ലാതെ ആ കടകത്തിന്റെ മേൽ സൂര്യൻ അസ്തമിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ കയ്പായി മാറിയാൽ അത് ക്രമേണ പകയായിട്ട് മാറും, പ്രതികാരമായിട്ട് മാറും, പിശാചിനിടം കിട്ടും. പിശാചിനിടം കൊടുത്താൽ നമ്മുടെ ജീവിതത്തിലെ ആ ജയോത്സവം ഒരു സോപ്പ് കുമിള പോലെ പൊട്ടിപ്പോകും. അത് സംഭവിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് ഞാൻ കരുതട്ടെ. നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത്. ഇടം കൊടുക്കാവുന്ന ഒരു ഏരിയ ഈ കോപത്തെ കയ്പാക്കി മാറ്റുന്നതാണ്. അതിന് പകരം കടക്കാരോട് അന്നന്ന് തന്നെ ക്ഷമിച്ചേക്കുക. അതിന് മുകളിൽ മറ്റൊരു കാര്യം പറയുന്നു. അതിന്റെ 25-ാം വാക്യം, ആകയാൽ ഫോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പേ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. ഇവിടെ ഇതാ രണ്ടാമത് വേറെ പിശാചിന് ഇടം കിട്ടുന്ന വേറൊരു കാര്യം പറയുക. അതെന്താ? അത് ഫോഷ്കാണ്. ഫോഷ്ക്. ഈ ഫോഷ്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നാൽ പിശാചിന് അതിൻ്റെ മേൽ ഇടം കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഫോഷ്ക് എന്ന് പറയുമ്പോൾ എന്താ? അസത്യം, അല്ലെങ്കിൽ ഒരു വ്യാജഭാവം. അത് നമ്മൾ കൊണ്ട് നടക്കരുത്. കൊണ്ട് നടന്നാൽ പിശാചിന് ഇടം കിട്ടും. അവൻ വന്നാൽ അവൻ അവിടെ വന്നിട്ട് മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും ചെയ്യും. ഈ നിലയിൽ ഫോഷ്ക് കാണിച്ച ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കുടുംബത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം നോക്കുക. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അത് വായിക്കുമ്പോൾ ഫോഷ്ക് ഉപേക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് വ്യക്തതയുണ്ടാകും. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം, 5-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങളിൽ എന്താ സംഭവം നമുക്കറിയാം. അനന്യാസ്, സഫീറ എന്ന 2 പേർ, ഭാര്യയും ഭർത്താവും 2 പേര്. അവർ 2 പേരും 1-ാം നൂറ്റാണ്ടിലെ സഭയിലാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ സഭയൊന്നുമല്ല, 1-ാം നൂറ്റാണ്ടിലെ സഭ. അപ്പോസ്തലന്മാർ, പത്രോസും ഒക്കെ ഉണ്ടായിരുന്ന ആ സഭ. ആ സഭയില് അവരെന്തോ ചെയ്തു? അവരൊരു ഫോഷ്ക് ചെയ്തു, ഒരു വ്യാജം കാണിച്ചു. അവരെ സ്ഥലം വിറ്റ് കൊണ്ടുവന്നിട്ട് അപ്പോസ്തലന്മാരുടെ കയ്യിൽ പണം കൊടുത്തെങ്കിലും കുറച്ച് പണം
അവര് അവരുടേതായിട്ട് സൂക്ഷിച്ചു വെച്ചു. അപ്പോ പത്രോസ്, അതിന്റെ 3-ാം വാക്യം നോക്കുക. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? കണ്ടോ, 2 കാര്യങ്ങളും വരിക. പരിശുദ്ധാത്മാവിനോട് വ്യാജം, ഭോഷ്ക്, അതുപോലെ സാത്താൻ ഉടനെ ഹൃദയം കൈവശമാക്കി. ഭോഷ്ക് എന്ന് പറയുന്നത് ആരുടേതാണെന്നാ പറഞ്ഞത്? പിശാചിൻ്റെതാണെന്നാ പറഞ്ഞത്. ഇവിടെ ഇതാ പരിശുദ്ധാത്മാവിനോട് അനന്യാസ് വ്യാജം കാണിച്ച് നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെച്ചിട്ട് മുഴുവനും കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അവിടെ എന്തു വന്നു? ഭോഷ്ക് വന്നു, വ്യാജം വന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് കിട്ടി? പിശാചിന് ഇട കിട്ടി. സാത്താൻ വന്ന് അവന്റെ ഹൃദയത്തെ കൈവശമാക്കി. കൈവശമാക്കുക മാത്രമാണ്, നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ആ കുടുംബത്തെ മുഴുവൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും എന്ന് പറഞ്ഞതുപോലെ ആ കുടുംബത്തെ മുഴുവൻ, അനന്യാസും സഫീറയും 2 പേരും കൊല്ലപ്പെടുന്നു, മരിക്കുന്നു. ആ കുടുംബം തന്നെ ഇല്ലാതായി പോകുന്നു. പിശാചിന് ഇടം കൊടുത്തു. കണ്ടോ, ഇവിടെ അനന്യാസ് അങ്ങനെ പറഞ്ഞു. ഉടനെ അത് കഴിഞ്ഞിട്ട് ഈ ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത്, 4-ാമത്തെ വാക്യം നോക്കുക. വ്യാജം, ഭോഷ്ക്, അത് ഉണ്ടെങ്കിൽ സാത്താന് ഇടം കിട്ടും. അതിന്റെ 7-ഉം 8-ഉം വാക്യത്തില് നമ്മൾ നോക്കുക. ഈ അനന്യാസിന്റെ കാര്യം കഴിഞ്ഞപ്പോ അവന്റെ ഭാര്യ സഫീറയെ അടുത്തു വന്നു. സഫീറ വന്നപ്പം സഫീറയോടും പത്രോസ് ചോദിച്ചു. പക്ഷെ അവളും എന്ത് ചെയ്തു? അവളും ഭർത്താവിനോട് ചേർന്ന് നിന്നു. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നത് അതിന്റെ 9-ാം വാക്യം നോക്കുക. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതുക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ അവളും അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കണ്ടോ, 2 പേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയാവുന്ന ഒരു ഭാര്യ ഭർത്താവും 2 പേരും നമ്മൾ പറയാറുണ്ടല്ലോ, ഭാര്യ ഭർത്താവുമാണ് ഇങ്ങനെ വേണം. 2 പേർക്കും ഒരേ അഭിപ്രായം, ഒരേ വാക്കുകൾ, ഒരേ കാര്യം. പക്ഷെ പത്രോസ് എന്താ പറയുന്നത്? നീ ഇവിടെ അവനോടൊക്കരുതായിരുന്നു. അവൻ അഥവാ അങ്ങനെ തെറ്റ് ചെയ്തെങ്കിൽ നീയും ആ തെറ്റിന്റെ ഭാഗത്ത് നിൽക്കരുതായിരുന്നു. നീയെങ്കിലും സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് രക്ഷ ഉണ്ടാകുമായിരുന്നു എന്നാണ് ആ സൂചന. ഇവിടെ നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വരുമ്പോ അവിടെ ആ നിലയിലുള്ള ഭോഷ്ക് അവരെ നശിപ്പിച്ചു കളഞ്ഞു. പിശാചിന് ഇടമുണ്ടായി. അത് അവർക്ക് ആ നിലയില് വലിയ പ്രയാസത്തിലേക്ക് അവരെ കൊണ്ടുപോയി. ഇത് 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ നടന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് എന്ത് വേണം? നമ്മൾ ഭോഷ്ക്, അസത്യം, ഒരു വ്യാജഭാവം, അതൊക്കെ നോർമലാ. സമൂഹത്തിൽ അതൊക്കെ ഇല്ലാതെ ജീവിക്കാൻ ഒക്കുമോ എന്നാ ഇന്ന് പലരും വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെ നമ്മൾ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് നടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സത്യം മറച്ചു വെച്ചിട്ട് നേരിയ ഒരു വ്യാജം പറയുമ്പോൾ, ഇന്നത്തെ സമൂഹം അതിന് മനോഹരമായ ചില പ്രയോഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ലൈ, വെളുത്ത കള്ളം, അങ്ങനെ കേട്ടിട്ടുണ്ടോ? വെളുത്ത കള്ളം, കള്ളമല്ല കറുത്തതല്ലേ. പിന്നെ വെളുത്ത കള്ളം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാ ഭംഗിയായിട്ട്. അങ്ങനൊക്കെ വൈറ്റ് ലൈ പറഞ്ഞില്ലെങ്കിൽ ബ്രദറെ ജീവിക്കാനൊന്നും ഒക്കുകയില്ല. നിങ്ങൾ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വൈറ്റ് ലൈ ആണെങ്കിലും അവിടെ ആർക്ക് അവിടെ ഇടം കിട്ടുക? പിശാചിന് ഇടം കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭോഷ്ക് ഉപേക്ഷിക്കുക. നമുക്ക് നേരത്തെ വായിച്ച എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് 27-ാമത്തെ വാക്യമാണ്, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിച്ച് അത് വൈരാഗ്യമായി മാറിയാൽ പാപമായി മാറി, പാപം വന്നാൽ പിശാചിന് ഇടം കിട്ടുമെന്ന് പറഞ്ഞു. അതിന്റെ മുകളിൽ 25-ാമത്തെ വാക്യം ഇപ്പോൾ നമ്മൾ വായിച്ചപ്പോൾ ഭോഷ്ക്, വ്യാജഭാവം ഇവ ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്തു പറ്റും? പിശാചിന് അവിടെ ഇടം കിട്ടും. അതിന്റെ ഫലമായിട്ട് അവന് അറുക്കുകയും മുടിക്കുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇതിന്റെ അകത്ത് ഈ 25-ാമത്തെ വാക്യം തുടങ്ങുന്നത് നോക്കുക. ആകയാൽ എന്നൊരു പദത്തോടെയാണ്. അതിന്റെ അർത്ഥം വേദപണ്ഡിതന്മാർ പറയുന്നത് അതിന്റെ മുകളിലത്തെ പാരഗ്രാഫിൽ പറയുന്നതും ഇതിനോട് ചേർത്ത് ചിന്തിക്കണമെന്ന്.
പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞതിനോട് ചേർത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. കാര്യം 25-ാമത്തെ വാക്യത്തിൽ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അവിടെ ആകയാൽ എന്നൊരു കണക്റ്റിംഗ് വേർഡ് ഉണ്ട്. അത് മുകളിൽ പറയുന്ന കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയാറുള്ളത്. ആട്ടെ, അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ? 17 മുതൽ 24 വരെ, എഫേസ്യർ 4:17 മുതൽ 24 വരെയുള്ള ഭാഗത്ത് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? അവിടെയും പിശാചിന് ഇടം കിട്ടുന്ന ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുക, ഹൃദയകാഠിന്യം ഉണ്ടാകുക, അന്ധബുദ്ധികളായിട്ട് നടക്കുക, ചതിമോഹങ്ങൾ, അതുപോലെ വഷളായി പോകുന്ന പഴയ മനുഷ്യന്റെ സ്വഭാവം കൊണ്ട് നടക്കുക, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ അതും എന്തിന് കാരണമാകും? പിശാചിന് ഇടം കിട്ടാനുള്ള കാരണമാകും. അതുമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂച്ചയ്ക്ക് മീൻ പോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന് ഇടം കിട്ടും. അവനെ പ്രത്യേകം വിളിക്കണ്ട. അവൻ വന്ന് ഇതെന്റെ സാധനമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ മേൽ അവകാശം പറയും. നമ്മുടെ ജീവിതത്തിൽ ഇടം കിട്ടും. പ്രിയപ്പെട്ടവരെ, വേഗം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നമ്മൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യം നോക്കുക. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. ഈ കുലപാതകൻ എന്ന വാക്ക് ആർക്കു വേണ്ടിയുള്ള വാക്കാ? പിശാചിന് വേണ്ടിയുള്ള വാക്കാ, അല്ലേ? കൊലപാതകൻ. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നോക്കുക. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. കള്ളൻ എന്നുള്ള വാക്കും ആർക്കുള്ളതാ? പിശാചിനുള്ളതാ. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ഇവിടെ എന്താ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവരോടുള്ള സ്നേഹം ആ നിലയിലുള്ള ആ സ്നേഹബന്ധം, അതിന് കുറവുണ്ടായാൽ, ആ സ്ഥാനത്ത് പക വന്നാൽ, സ്നേഹമില്ലാത്ത ഒരവസ്ഥ വന്നാൽ, അത് ഈ കുലപാതകനായ പിശാചിന്റെ ഒരു കാര്യമാണ്. കള്ളനായ പിശാചിന്റെ ഇട കിട്ടുന്ന ഒരു കാര്യമാണ് പകയെന്ന് പറയുന്നത്, സ്നേഹമില്ലായ്മ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്നേഹമില്ലായ്മ വന്നു, അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. അതിലൂടെ ആർക്കിട കിട്ടും? പിശാചിനിട കിട്ടും. നമ്മുടെ കൂടെ ഇരിക്കുന്ന സഹോദരന്മാരോട്, സഹോദരിമാരോട് സ്നേഹമുണ്ടോ? കർത്താവിനോട് ഉള്ള ആദ്യ സ്നേഹം ഇപ്പോഴും ഉണ്ടോ? ആ സ്നേഹത്തിൽ കുറവ് വന്നിട്ടുണ്ടോ? സ്നേഹത്തിന് കുറവ് വന്നാൽ, ആ സ്നേഹം മാറി അവിടെ പകയോ വൈരാഗ്യമോ വന്നാൽ, അവിടെ പിശാചിന് ഇടം കിട്ടുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഈ സ്നേഹത്തിന്റെ കുറവിനെ ഗൗരവമായിട്ട് എടുക്കണം. പിശാചിന് ഇടം കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മള് പല കാര്യങ്ങൾ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള കൽപ്പനകൾ എന്താ? കൽപ്പനയിലെ കർത്താവ് ഒരു പുതിയ കൽപ്പന തന്നു. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളതാ. പണ്ടൊരു കുഞ്ഞിനോട് ചോദിച്ചു, സൺഡേ സ്കൂളിലുള്ള ഒരു കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞെ കൽപ്പന എത്രയുണ്ടെന്ന് ചോദിച്ചു. അപ്പോ ആ കുഞ്ഞ് പറഞ്ഞു 11 കൽപ്പനയുണ്ടെന്ന് പറഞ്ഞു. ഉടനെ സാറ് പറഞ്ഞു, എടാ മണ്ടൻ, 10 കൽപ്പനയാന്ന് കൊച്ചുനാളി മുതലേ ഇവിടെ എല്ലാം പറഞ്ഞു കേട്ടിട്ടില്ലേ, നീ പിന്നെ 11 കൽപ്പനയുണ്ടെന്ന് പറഞ്ഞതും? ഉടനെ അവൻ ഈ സാറിനേക്കാളും മിടുക്കനായിരുന്നു. സാറിനേക്കാളും ബൈബിൾ അറിയാവുന്നവനായോണ്ട് അവൻ ബൈബിൾ എടുത്ത് യോഹന്നാന്റെ സുവിശേഷം 13:34 വായിച്ച് കേൾപ്പിച്ചു. യോഹന്നാൻ 13:34 യേശുവിന്റെ വാക്കുകളാ. യേശു എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പി എന്നാണ് ആ കൽപ്പന. അപ്പോ പഴയ നിയമത്തെ ദൈവം സീനായിൽ എത്ര കൽപ്പന മോശയ്ക്ക് കൊടുത്തു? 10 കൽപ്പന കൊടുത്തു. 10+1 പുതിയ ഒരു കൽപ്പനയുടെ 10 + 1 11. അതുകൊണ്ടാ സാറേ ഞാൻ 11 കൽപ്പനയുണ്ടെന്ന് പറഞ്ഞത് എന്ന് ആ സൺഡേ സ്കൂൾ കുട്ടി പറഞ്ഞു. സാറ് അവനെ അഭിനന്ദിച്ചു എന്നാണ് കഥ.
കഥ പോകട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വന്നാലോ? പ്രിയപ്പെട്ടവരെ, സ്നേഹം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ഒരു കാര്യമാണ്. ആ സ്നേഹത്തിന് എവിടെയെങ്കിലും സ്നേഹിക്കേണ്ട ആളുകളെ സ്നേഹിക്കാത്ത മനോഭാവമുണ്ടോ? ചില ആളുകളോട് സംസാരിക്കുമ്പോൾ, ഓ ബ്രദറെ, ഞങ്ങൾ ഒരു കൂരയ്ക്ക് കീഴിലാണ് താമസിക്കുന്നത്, പക്ഷെ 1.5 വർഷമായി അവളോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട്. പിന്നെ എങ്ങനെയാ സുഹൃത്തെ, കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത്? ഞാനൊരു കടലാസ് എടുത്ത് എഴുതി കാണിക്കും, എനിക്ക് ദാഹിക്കുന്ന, ഒരു ചായ ഇട്ട് തന്നാൽ കൊള്ളാം. ഉടനെ സഹോദരി പോയി ചായ ഇട്ട് അവിടെ കൊണ്ടുവച്ച് അതിന്റെ മേളിൽ ഒരു കടലാസ് എഴുതി വെക്കും, ചായ ഇട്ടിരിക്കുന്നു, എടുത്ത് കുടിച്ചാട്ടെ. മിണ്ടുകയില്ല. എന്താ ഇത്? ഭാര്യയും ഭർത്താവുമാ, ജീവിത പങ്കാളിയാ. അവളുടെ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു വാക്ക് വന്നു, എന്തെങ്കിലും ഒരു തെറ്റ് വന്നു, അതോടെ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇനി ഇവള് ക്ഷമ ചോദിക്കുന്നത് വരെ ഇവളോട് മിണ്ടുകയില്ല എന്ന് തീരുമാനിച്ചു. അനന്യാസിന്റെ ഭാര്യയാണ് സഫീറ എന്ന് പറഞ്ഞ പോലെ ഈ സഹോദരന്റെ ഭാര്യ തന്നെയാണ് ഈ സഹോദരി. അവളും എന്ത് തീരുമാനിച്ചു? എന്നാ ഞാൻ ഇദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിച്ചു. 1.5 വർഷമായി രണ്ടുപേരും ചായ വേണമെങ്കിലും ചോറ് വേണമെങ്കിലും എഴുതി കാണിക്കുക, പിള്ളേരെ പോലെ കോപ്പി എഴുതി പഠിക്കുക. വിശ്വാസികളുടെ ഇടയിലാ. നമ്മുടെ ജീവിത പങ്കാളിയാ. ഒരു തെറ്റ് വന്നു, ഒരു വാക്ക് വന്നു, ക്ഷമിച്ചേക്കുക, വിട്ടേക്കുക. അയൽക്കാരന് അദ്ദേഹം മോശമായിട്ട് പെരുമാറി, പക്ഷേ അത് ജീവിതത്തെ കൊണ്ട് നടന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് അയാളോട് മിണ്ടുകയില്ല എന്ന് വിചാരിച്ചാൽ, സഹോദര, ആർക്കാ കുഴപ്പം? അയൽക്കാരന് പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിലായി, അദ്ദേഹം ചിരിച്ചുകൊണ്ട് വഴി കൂടെ ഒക്കെ ഇറങ്ങി നടക്കുന്നു. ഈ വൈരാഗ്യം സൂക്ഷിക്കുന്ന താങ്കൾക്ക് എന്തോ പറ്റി? താങ്കളുടെ ജീവിതത്തിൽ നിന്ന് ഒരു മീനിന്റെ മണം പൂച്ചയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ? പിശാചിന് ഒരു ഇടം കിട്ടും. ഈ മനുഷ്യൻ വിശ്വാസിയാണെന്നും ഒക്കെയാ പറയുന്നത്, പക്ഷേ കഴിഞ്ഞ ഇത്ര വർഷമായിട്ട് അയൽക്കാരനോട് കണ്ടാൽ മിണ്ടുകയില്ല. അയൽക്കാരൻ നേരെ നോക്കിയാൽ ഉടനെ പെടലി പടിഞ്ഞാറോട്ട് തിരിച്ച് അവിടെ എന്തോ പുതിയ കാര്യം കണ്ട പോലെ നോക്കി അങ്ങ് നടന്നു പോകും. ഇവിടെ ആർക്കാ ഇടം കിട്ടിയത്? പിശാചിനാ ഇടം കിട്ടിയത്. സഹോദര, നമ്മളിപ്പോ വായിച്ച വാക്യം എന്താ? ഞാൻ പുതിയ ഒരു കൽപ്പന തരുന്നു. ആരാ ഇത് പറഞ്ഞത്? കർത്താവ് തന്നെ പറഞ്ഞത്. കർത്താവിനെ അനുഗമിക്കാനല്ലേ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഒരു സ്നേഹമില്ലായ്മയെ നിസ്സാരവൽക്കരിക്കാൻ ഒക്കുമോ? അവള് എന്നോട് വേണ്ട പോലെ പെരുമാറാഞ്ഞോണ്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത്, 2 ആഴ്ചയായി മിണ്ടുന്നില്ല. അങ്ങനെ അതിനെ ലഘൂകരിക്കാൻ ഒക്കുമോ? ഇല്ല. സൂര്യൻ അസ്തമിക്കും മുമ്പ് കാര്യം സെറ്റിൽ ചെയ്യ്. ഇല്ലെങ്കിൽ ഇട കിട്ടും. ഇട കിട്ടിക്കഴിഞ്ഞ് അവൻ വന്ന് കാര്യം വഷളാക്കി കഴിഞ്ഞിട്ട് പിന്നെ വിഷമിച്ചിട്ട് എന്താ കാര്യം? പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങളാരും അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. എങ്കിലും മുൻകൂർ നമ്മളൊരു കടന്നു പോകുന്ന കാലഘട്ടത്തെ നമ്മൾ കാണുമ്പോൾ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യത്തെ ഗൗരവമായിട്ട് എടുക്കണം. നമ്മൾ പറഞ്ഞത് എന്താ? നമ്മൾ പറഞ്ഞത് കർത്താവ് നമുക്ക് ജയോത്സവം തന്നു. ഈ ജയോത്സവത്തെ നമ്മൾ നിൽക്കണം. ജയോത്സവത്തെ നിൽക്കാതിരുന്നാൽ എന്തു പറ്റും? ഏതെങ്കിലും കോപമാകട്ടെ, ഭോഷ്കാകട്ടെ, ചതിമോഹങ്ങളാകട്ടെ, വൈരാഗ്യമാകട്ടെ, സ്നേഹമില്ലായ്മയാകട്ടെ, ഇവയൊക്കെ താലോലിച്ചാൽ പിശാചിനാണ് ഇടം കിട്ടുന്നത്. അവൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറി നമ്മുടെ ജീവിതത്തെ മുടിച്ചു കളയും എന്ന ഈ മുന്നറിയിപ്പ് നമ്മൾ എടുക്കുക. നമ്മൾ ഈ കാലഘട്ടത്തിൽ പിശാചിന് ഇടം കൊടുക്കാതെ ജീവിച്ചാൽ മാത്രമേ കർത്താവ് കാൽവറി ക്രൂശിൽ നേടിയ ജയം നമ്മുടെ ജയമായിരിക്കുകയുള്ളൂ. ഞാൻ ഇത്രയും നേരം വിഷമം പിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം സന്തോഷമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരു വാക്യം കൂടെ വായിച്ച്, സന്തോഷകരമായ ഒരു കാര്യമാണ്, ദയവ് ഇത് ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ ഉള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും
ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. അടുത്ത വാക്യം, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന. എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ? നമുക്കറിയാവുന്ന വാക്യമാണ്. നമ്മളെ ദൈവം വീണ്ടെടുത്ത് അവിടുത്തെ മക്കളാക്കി തീർത്ത് തൻ്റെ ജയോത്സവത്തിൽ പങ്കാളികളാക്കി വിശ്വാസികളാക്കി നിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മള് നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു സൗരഭ്യവാസന എപ്പോഴും ഉയരണം. സൗരഭ്യവാസന ഉയരണമെങ്കിൽ നമ്മൾ ഇതേവരെ ചിന്തിച്ചത് വെച്ച് നോക്കിയാൽ എന്തുണ്ടാകരുത്? പിശാചിനിടമുള്ള ദുർഗന്ധമുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിക്കാനിടയാകരുത്. പകയും കയ്പും ഉണ്ടാകരുത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആരോടെങ്കിലും ആ നിലയിലുള്ള പകയോ കയ്പോ, സംസാരിക്കാതിരിക്കുന്ന അവസ്ഥയോ, അല്ലെങ്കിൽ കണ്ടിട്ട് മുഖം തിരിച്ചു പോകുന്ന കാര്യങ്ങളോ, അസത്യമോ ഹോഷ്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നാട്ടുനടപ്പാണെന്ന് പറഞ്ഞ് സാമാന്യവൽക്കരിക്കാതെ അതിൻ്റെ നേരെ ഒരു കുരിശുയുദ്ധം പ്രഖ്യാപിക്കുക. ഇന്നുകൊണ്ട് ഞാൻ അത് അവസാനിപ്പിച്ചു. കാരണം എനിക്ക് എന്തായിത്തീരണം? ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായിത്തീരണം. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു മത്സ്യത്തിന്റെ മണം വന്നിട്ട് ആ സാത്താനെന്ന പൂച്ച വന്ന് അവകാശം പറയാൻ ഞാൻ ഇനി ഇട കൊടുക്കുകയില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തു, പക്ഷെ ഇനി അങ്ങനെ ഇട കൊടുക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചാലേ ഈസ്റ്ററിന്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈസ്റ്റർ ആഘോഷിച്ചു, ചിരിച്ചു, ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടാ പോകുന്നത്? പിന്നെയും മിണ്ടാത്ത ജീവിത പങ്കാളിയുടെ അടുത്തേക്കാ, തല തിരിച്ച് നടക്കേണ്ടി വരുന്ന അയൽക്കാരൻ്റെ അടുത്തേക്കാ പോകുന്നതെങ്കിൽ ഈസ്റ്ററിന്റെ ആഘോഷം എന്ത് ആഘോഷമാണ്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിന് ഒരു സൗരഭ്യവാസനയാകണം. ഇവിടെ കണ്ടോ, നമ്മൾ വായിച്ച ആ ഭാഗം, ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തരിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. നമ്മൾ ഈ നിലയിൽ നമ്മളോട് തെറ്റ് ചെയ്തവരോടും എല്ലാം ക്ഷമിച്ച് പിശാചിന് ഇടം കൊടുക്കാതെ സന്തോഷമായിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ രണ്ടിടത്ത് സൗരഭ്യം പരത്തും. എന്താ സൗരഭ്യം? രക്ഷിക്കപ്പെടുന്നവർക്കും മറ്റു വിശ്വാസികൾക്കും നമ്മുടെ ജീവിതം ഒരു സൗരഭ്യമായിരിക്കും. അതുപോലെ നശിക്കുന്നവർക്ക്, ഈ ലോക ജനതയുടെ മുമ്പിലും ഒരു സൗരഭ്യമായിരിക്കും. ഈ രണ്ട് സൗരഭ്യവും ഒരുപോലുള്ള സൗരഭ്യമാണോ? അല്ല. വേദപണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള ഒരു കഥ, ഒരു സംഭവം ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. അതായത് ഇവിടെ ഈ പറയുന്ന ഈ കാര്യമില്ലേ, ചിലർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന, ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന എന്ന് പറഞ്ഞാൽ എന്താ? അന്നത്തെ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ ഈ റോമൻ സർക്കാര്, ആ റോമൻ ഭരണാധികാരികള് യെരുശലേമും യഹൂദ്യ നാടും ഒക്കെ ഭരിക്കുമ്പം അവരുടെ ഒരു രീതി ഉണ്ടായിരുന്നു. അവരുടെ ഒരു രീതി എന്താ? അവരുടെ പട്ടാളക്കാര് പോയി എവിടെയെങ്കിലും പോയി യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്ത് ആ പ്രദേശത്തുള്ള ആളുകളെ തോൽപ്പിക്കും. തോൽപ്പിച്ച് കുറച്ചു പേരെ അടിമകളായിട്ട് പിടിച്ച് തോൽപ്പിച്ച് ഈ റോമൻ പടയാളികള് സന്തോഷത്തോടെ തിരിച്ചു വരിക. പറഞ്ഞത് മനസ്സിലായോ? റോമൻ സൈന്യം, ഈ റോമൻ സൈന്യത്തിന്റെ രീതി യഹൂദന്മാർക്ക് പരിചയമുണ്ട്, പൗലോസിന് അത് പരിചയമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഈ കാര്യം ഇങ്ങനെ പറയുന്നത് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. എന്താ സംഭവം? ഈ റോമൻ പടയാളികള് അവരുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് ശത്രുക്കളെ തോൽപ്പിക്കും. ശത്രുക്കളെ തോൽപ്പിച്ചിട്ട് അവരെ ഒട്ടേറെ പേരെ കൊല്ലും. കൊല്ലാൻ പറ്റാത്ത ആളുകളെയൊക്കെ അടിമകളായിട്ട് പിടിക്കും. എന്നിട്ട് ഈ അടിമകളെയും കൊണ്ട് ഇവരൊരു ജൈത്രയാത്രയായിട്ട് അവരുടെ റോമൻ രാജാവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മെല്ലെ അവരെ ഒരു ജയഘോഷമൊക്കെ ആഘോഷിച്ച് ഇങ്ങനെ വരും. ഈ ജയഘോഷത്തോടെ ഇവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഇവരെ സ്വീകരിക്കാനായിട്ട് രാജാവും മറ്റ് റോമിലുള്ള ആളുകളും അവരെന്ത് ചെയ്യും? അവര് വലിയൊരു സ്വീകരണം അവിടെ ഒരുക്കും. ആ സ്വീകരണം ഒരുക്കുമ്പോൾ അവർ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അവരൊരു ആഴി കൂട്ടും, ഒരു തീ കൂട്ടും. തീ കൂട്ടിയിട്ട്
റോമാക്കാരുടെ ഒരു രീതി അനുസരിച്ച് ആ തീയില് സുഗന്ധവർഗങ്ങൾ ഇടും. തീയിൽ സുഗന്ധവർഗം ഇട്ടാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് മണം ഇങ്ങനെ പരക്കും. ആ തീയുടെ അടുത്ത് ഇങ്ങനെ മണം വരും. പിന്നെയും സുഗന്ധവർഗം ഇടുമ്പോൾ ആ മണം ഇങ്ങനെ വ്യാപരിച്ച് ചുറ്റുപാട് ഒരു 5 കിലോമീറ്റർ അകലെ വരെ ഈ മണം വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ മണം വന്നോണ്ടിരിക്കുമ്പോ, ഈ മണം ഇവിടെ നിന്ന് ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുമ്പം മറ്റൊരു വരിയ യുദ്ധം കഴിഞ്ഞ് ജയാളികളായിട്ട് റോമൻ പടയാളികളും അവരോടൊപ്പം ആരും വരുന്നുണ്ട്? ആ യുദ്ധത്തിൽ തോറ്റ് അടിമകളായി പിടിക്കപ്പെട്ട അന്യ നാട്ടുകാരും കൂടാണ് മെല്ലെ 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 ഇങ്ങോട്ട് വരുന്നത്. അവര് റോമൻ പട്ടണത്തിലൊക്കെ അടുത്തടുത്ത് വരുമ്പം അതേവരെ ഇല്ലാത്ത ഒരു സുഗന്ധം ഇങ്ങനെ അവർക്ക് അനുഭവവേദ്യമാകുമ്പോൾ റോമൻ പടയാളികൾക്കറിയാം ഈ സുഗന്ധം എവിടുന്ന? റോമിൽ നിന്നാ. നമ്മളെ സ്വീകരിപ്പാനായിട്ട് രാജാവ് എന്ത് ചെയ്തത്? അവിടെ തീ കൂട്ടി അവിടെ സുഗന്ധം അങ്ങനെ ആ തീയിലിട്ട് അതിൻ്റെ സൗരഭ്യമാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് വരുമ്പോഴത്തേക്ക് കൂടുതൽ മണം, കുറച്ചുകൂടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് കൂടുതൽ മണം, അങ്ങനെ മണം കൂടി 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 വരിക. ഈ മണം കൂടി വരുമ്പം ഈ പടയാളികൾക്ക് എന്താ സന്തോഷം? എന്താ? ഞങ്ങളിപ്പം റോമിലെത്തുമ്പം രാജാവ് എന്തോ ചെയ്യും? ഞങ്ങളെ സ്വീകരിക്കും, ഞങ്ങൾക്കെല്ലാം സമ്മാനം തരും, ഞങ്ങൾക്കെല്ലാം ആ നിലയില് നല്ല സമ്മാനങ്ങൾ രാജാവ് തരും എന്നുള്ളതിൻ്റെ സന്തോഷത്തിൽ അവരായിരിക്കുമ്പം ഈ സൗരഭ്യവാസന അവർക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ ഈ സൗരഭ്യവാസന ഏറ്റെടുക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. അതാരാ? ഈ യുദ്ധത്തില് അടിമകളായിട്ട് പിടിക്കപ്പെട്ട ശത്രു സൈന്യങ്ങളാണ്. അവർക്കും ഈ റോമിന്റെ രീതി അറിയാം. റോമായിരുന്നല്ലോ അന്ന് ലോകത്തെ ഭരിച്ചിരുന്ന സാമ്രാജ്യത്വ ശക്തി. അപ്പൊ റോമക്കാരുടെ രീതി അറിയാം. അപ്പൊ അവരും മെല്ലെ ഈ പട്ടാളക്കാരോടൊപ്പം നടന്ന് ചെല്ലുമ്പം പതുക്കെ പെട്ടെന്നൊരു മണം, കുറച്ച് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ വലിയ മണം, കുറച്ചുകൂടെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ മണം. അവർക്കറിയാം എന്താ ഇത്? നമ്മള് നടന്ന് റോമിലേക്ക് എത്തുക. റോമിലേക്ക് എത്തിയാൽ എന്തോ പറ്റും? റോമിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ അടിമകളെ പ്രായമായവരെ എല്ലാം രാജാവ് കൊല്ലും. രാജാവ് കൊന്ന് അതുപോലെ ചെറുപ്പക്കാരെ വല്ലവരെ ഉണ്ടെങ്കിൽ മുഴുവൻ സമയം അടിമകളായിട്ട് ആ നിലയിൽ അവരെ ബുദ്ധിമുട്ടിക്കത്തക്കവണ്ണമുള്ള കഷ്ടപ്പാടുകൾ അവർക്ക് കൊടുക്കും. ചുരുക്കത്തിൽ ഈ അടിമകളെ കാത്തിരിക്കുന്നത് എന്താ? യുദ്ധത്തിൽ പരാജയപ്പെട്ടവരെ റോമിൽ കാത്തിരിക്കുന്നത് എന്താ? പീഡനമാണ്, മരണമാണ്. അപ്പോ ഈ സുഗന്ധം വർദ്ധിച്ചു വരുമ്പോൾ ആ സുഗന്ധം ഇവർക്ക് എൻജോയ് ചെയ്യാൻ ഒക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഈ സുഗന്ധം ഇങ്ങനെ കൂടി വരുമ്പം അവര് കൂടുതൽ മരണത്തിലേക്കടുത്തു, കൂടുതൽ പീഡനത്തിലേക്കടുത്തു എന്നാണ് ആ സുഗന്ധം അവരോട് വാക്കും ഭാഷണവും കൂടാതെ അറിയിക്കുന്നത്. കണ്ടോ? നമ്മളിവിടെ വായിച്ചത് എന്താ? പൗലോസ് എന്താ പറയുന്നത്? ചിലർക്ക് ജീവനിൽ നിന്ന് ജീവങ്കലേക്കുള്ള വാസന, മറ്റു ചിലർക്കോ മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. പ്രിയ സഹോദര സഹോദരി, നീ ആ കർത്താവിന്റെ ജയോത്സവത്തിന്റെ ഭാഗത്ത്, കർത്താവ് കാൽവറി ക്രൂശിലെ നേടിയ ആ ജയത്തിന്റെ ഭാഗത്ത് നീ നിന്ന് ഒരാളോടും പകയും വിഷമവും ഇല്ലാതെ, ഒരാളോടും ആ നിലയിലുള്ള കയ്പോ ഒന്നുമില്ലാതെ എല്ലാവരോടും സ്നേഹവും സന്തോഷത്തിലും അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതം എന്താ? നിന്റെ ജീവിതം ഈ സമൂഹത്തിൽ ഒരു സുഗന്ധമാകും. ആ സമൂഹത്തിൽ എത്ര പേരുണ്ട്? 2 തരം ആളുകളുണ്ട്. ഒന്ന് വിശ്വാസികളായ ആളുകളാ. ആ വിശ്വാസികളായ ആളുകൾക്ക് ഇങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസിയായ നമ്മളെ കാണുമ്പോ അവർക്ക് എന്താ? അത് സുഗന്ധത്തിൽ നിന്ന് സുഗന്ധത്തിലേക്കുള്ള ഒരു വാസനയാണ്, സൗരഭ്യത്തിൽ നിന്ന് സൗരഭ്യത്തിലേക്കുള്ള വാസനയാണ്. കർത്താവിന്റെ വരവടുത്തു. ഈ സഹോദരന്മാരൊക്കെ എത്ര നല്ല ജീവിതം ജീവിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു, അതിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ് എന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഈ ലോകത്തിന്റെ മൂല്യമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കോ, അവര് നോക്കുമ്പോ ഇതെന്നാ മനുഷ്യരാ,
ഇവരെ ഉപദ്രവിക്കുന്ന ആളുകളോടെല്ലാം ക്ഷമിച്ചെന്നും ഒന്നും പ്രശ്നമില്ലെന്നും ഒക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഇവരെന്ത് തരം ആളുകളാ? അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നമ്മുടെ ഈ ജീവിതം അവർക്കൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. എന്താ? ഓ, ഈ വിശ്വാസികൾ പറയുന്ന കർത്താവിന്റെ വരവ് അടുത്തു, അതുകൊണ്ടാണ് അവരെ ഈ നിലയില് ശത്രുക്കളോടും ക്ഷമിച്ച് ഈ നിലയില് ജീവിതത്തിൽ നിന്ന് ഒരു സൗരഭ്യം ഉയർത്തിയ ഒരു ജീവിതം ഇവര് ജീവിക്കുന്നത്. പക്ഷേ ഇവര് പറയുന്നത് പോലെ കർത്താവ് വന്നാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? ന്യായവിധിയാണ് അവരെ കാത്തിരിക്കുന്നത്. മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? ഒരേ നിലയിലുള്ള വാസന. പക്ഷെ ചിലർക്കത് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയാണ്, ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടായാലും നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആയിരിക്കും എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്.